ഹായ്, എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണതേ പയറും കുമ്പളങ്ങയും കുത്തിക്കാച്ചലാണ് കേട്ടോ. ഇത് നമ്മുടെ തൃശ്ശൂർക്കാർക്ക് സ്വന്തമായിട്ടുള്ളതാണ്. അപ്പം നമുക്ക് വീഡിയോയ്ക്ക് പോവാം. കുമ്പളങ്ങയും കൂടിയിട്ട് കുത്തിക്കാച്ചൽ. അപ്പം നമ്മൾ എപ്പോഴും പറയണ പോലെ തൃശ്ശൂർക്കാർക്ക് മാത്രം അറിയണമെന്നാണ് ഈ കുത്തിക്കാച്ചൽ കേട്ടോ. അതുപോലെ പയറും കുമ്പളങ്ങയും ഈ കുത്തിക്കാച്ചൽ ഞങ്ങൾ തന്നെയാണ് ചെയ്യണതെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. അതെ, പയറെടുത്തത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുമ്പളങ്ങി ചെറിയ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 200 ഗ്രാമെങ്കിലും ഉണ്ടാവുള്ളൂ. ഗ്രാമിൻ്റെ കണക്കൊന്നും അറിയില്ല എനിക്ക്. അതെ, കുറച്ചെടുത്തിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചതയ്ക്കാനായിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ടാണ് ഞാൻ ചതച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചധികം ചുവന്നുള്ളി കുറവും വെളുത്തുള്ളി ഇത്തിരി കൂടുതലും ആയിട്ടാണ് എടുക്കേണ്ടത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. പിന്നെ നമുക്ക് ഇത് ചതച്ച മുളക്, അതൊരു ടീസ്പൂൺ ചതച്ച മുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട്. ഇത്രയും മതിയിട്ടാണ് നമുക്ക് ഈ പയറും കുമ്പളങ്ങയും കൂടി കുത്തി കാച്ചാനായിട്ട്. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്നത് വെളിച്ചെണ്ണ വേണം, ഉപ്പും വെള്ളവും അതാണ് വേണ്ടത്. അപ്പം ഞാനത് പിന്നാലെ കാണിച്ചതാണ് കേട്ടോ. പയർ വേവിച്ചെടുക്കാം. അപ്പം അതിനായിട്ടൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ഞാൻ പയറിട്ട് കൊടുക്കാൻ പയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പയർ വേവാനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എത്ര വെള്ളം മതി കേട്ടോ പയർ വേവാനായിട്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് 4 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. പയർ വെന്തതിന് ശേഷം നമ്മൾക്ക് കുമ്പളങ്ങ ഇടാൻ പറ്റും. കുമ്പളങ്ങയ്ക്ക് അധികം വേവില്ല, ഒരു വിസിലടിക്കും. അപ്പോൾ 4 വിസിലടിച്ചിട്ട് നമുക്ക് പയർ വെന്തതിന് ശേഷം കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഒക്കെ ഞാൻ അടച്ച് വെച്ചു. ഇനി നമുക്ക് സ്റ്റവ് കത്തി കൊടുക്കാം കേട്ടോ. സ്റ്റവൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 4 വിസിൽ വരുന്ന വരയ്ക്ക് നമുക്ക് കാക്കാം. 4 വിസിലടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തിയിട്ട് ഇട്ടാം. അപ്പം നമുക്കിനി കുക്കറിൻ്റെ എയറൊക്കെ പോയി നോക്കാം. കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഒക്കെ തുറന്ന് നോക്കിയില്ല കേട്ടോ. അപ്പം നമുക്കിത് പയറൊക്കെ വെന്തോ നോക്കാം. അതെ, പയറൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് കുമ്പളങ്ങയാണ്. ഇതുവരെ നമ്മൾ കുമ്പളങ്ങ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി പോരായി വരാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം വീണ്ടും കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിക്കാൻ പാടുള്ളൂ കേട്ടോ. കുമ്പളങ്ങയ്ക്ക് അധികം വേവില്ല, അതുകൊണ്ട് ഒറ്റ വിസിൽ കടിച്ച് കഴിഞ്ഞ് കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കറൊക്കെ ഞാൻ തുറന്ന് നോക്കിയിട്ടാണ്. തുറന്നപ്പോൾ കുമ്പളങ്ങ വെക്കുന്നത് നല്ല പോലെ വെന്തുണ്ട്. ഇനി നമുക്കിത് കുമ്പളങ്ങ ഇതൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിൽ ഉപ്പ് കുറവുണ്ടോന്നൊന്ന് നോക്കാം കേട്ടോ. ഇതേ കാച്ചാനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതേ വെളിച്ചെണ്ണൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച ഉള്ളിയും വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിയിൽ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പാകത്തിനുണ്ട്. ഇനി അഥവാ ഉപ്പ് ഇടാൻ മറന്നു പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഉള്ളിയോടൊപ്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് നമ്മൾക്ക് ഓർമ്മയിൽ നിന്ന് ഉപ്പിടാൻ മറന്നു പോവേ, അത് ഉപ്പിട്ടുണ്ടാവും. പിന്നെ കുറവുള്ള ഉപ്പിടാനായിട്ട് മറന്നു പോവുകയാണെങ്കിൽ ഉള്ളി മൂക്കണേൻ്റെ ഒപ്പം നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതായത് ഉള്ളിയൊക്കെ നന്നായി ചുവന്ന കളറായി തുടങ്ങിയിട്ടാം. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായി തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ ചതച്ച മുളകും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. രണ്ടും നല്ല പോലെ മൂത്ത് വരണം. അപ്പോഴാണ് നമ്മുടെ കൂട്ടാൻ കറക്റ്റ് ആവുള്ളൂ. മുളകൊക്കെ മൂത്ത് തുടങ്ങി. ഇനി ഇത് കാണുന്ന നിങ്ങളുടെ കൂട്ടുകാരന്മാർ തൃശ്ശൂർക്കാർ വല്ലവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതിട്ടാ കുത്തിക്കാച്ചിൽ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കി വെച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ മുളകൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേവിച്ച് വെച്ചാൽ പയർ ഒഴിച്ച് കൊടുക്കാം. പയറും കുമ്പളങ്ങ നമ്മൾ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് കൂട്ടി ഒന്ന് മിക്സ് ആക്കണം കേട്ടോ. പക്ഷെ ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ചാറൊന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് മൂടി വെച്ചത്. ഞാൻ മൂടിയൊക്കെ തുറന്ന് പെട്ടെന്ന് വെച്ച് പോയതാണ്.
അപ്പോൾ അതെ, ഇനി നമുക്കൊരു കറിവേപ്പിനും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും വെച്ചിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ അതുവരയ്ക്കും ടാറ്റ, ബൈ ബൈ.